ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്താണ് ഈ ഒരു സമയം ചിന്തിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഏതവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റായി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കാം. ക്യൂൻ ഓഫ് ഷോർട്സ് ആണ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ചിന്ത എന്താണെന്നുള്ളത് നോക്കാം. എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. 2 കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് മൂൺ എനർജിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ്. നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിലേക്ക് കുറച്ച് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആൾക്കൊരു എന്താ പറയുക, നിങ്ങളെ അടക്കി ഭരിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത് ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണിത്. കാരണം നിങ്ങളുടെ കണക്ഷനിൽ ഒരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് 2 കപ്സിൻ്റെ എനർജിയാണ്. അപ്പം അവരുടെ യഥാർത്ഥ പാർട്ട്ണർ അത് നിങ്ങൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു മുന്നോട്ട്, കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു വ്യക്തി. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ തമ്മിൽ മാരീഡായ വ്യക്തികളാണ്, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള വ്യക്തികളായാലും ശരി, ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് നിങ്ങളെയാണ്. ആൾക്ക് പാർട്ട്ണർ ഉണ്ടെങ്കിലും, ഇപ്പോൾ ഒരു ഫാമിലിയൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിലും അവരുടെ മനസ്സിലുള്ള ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് അത് നിങ്ങളാണെന്നാണ് കാണുന്നത്. പക്ഷെ ഇതിനകത്ത് മൂൺ കാർഡ് വന്നതുകൊണ്ട് തന്നെ ആൾക്ക് ചില പേരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നതാണ് കാണുന്നത്. ചില തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഇതിനകത്ത് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി കണക്ഷനൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇനി ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. സത്യത്തിൽ ഈ ഒരു വ്യക്തിക്ക് നേരെ പലരുടെയും ഇടപെടലുണ്ട് ഈ വ്യക്തിക്ക്. കാരണം ചില പേർക്ക് ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവാം. ഓപ്ഷനുള്ള വ്യക്തിയായിരിക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായെന്നിരിക്കാം. പക്ഷേ എങ്കിലും ആ വ്യക്തി തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളെന്നാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഒരു കുറ്റബോധം ഉണ്ട് ഈ ഒരു സമയത്ത്. ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു മൂവ് ഓൺ ചെയ്തൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ശരിക്കും ഈ ഒരു വ്യക്തിക്ക് ഒരു സമാധാനക്കേട് തോന്നുന്നുണ്ട്. കാരണം ഏത് സ്ഥലത്താണോ ഈ ഒരു വ്യക്തി ഉള്ളത് അവിടെയൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹം ഈ ഒരു വ്യക്തിയുണ്ട്. പക്ഷെ അപ്പോഴും ആളുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു നിഗൂഢതയുണ്ട്, വല്ലാത്തൊരു. അപ്പോഴീ ഇവരുടെ മനസ്സിൽ കുറ്റബോധം കൊണ്ട് ആൾക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഈ ഒരു സമയം. കാരണം മനസ്സിനകത്ത് എന്തൊക്കെയാണെങ്കിലും ശരി, ആൾക്ക് നിങ്ങളെ വേണം, നിങ്ങളില്ലാതെ പറ്റില്ല, നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ് ആൾക്കുള്ളത്. പക്ഷെ ഒന്നിൽ കൂടുതൽ ഈ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ടാണ് ആൾ കുറച്ചുകൂടി മോശത്തരത്തിലേക്കെല്ലാം പോയതായിട്ടും കാണുന്നുണ്ട് ഈ ഒരു വ്യക്തി കേട്ടോ. ഇതിനകത്തൊരു ബ്ലാക്ക് മാജിക്കൽ കുറച്ച് പേർക്ക് കാണുന്നുണ്ട്. ബ്ലാക്ക് മാജിക്കൽ എനർജി കാണുന്നുണ്ട് ഇതിനകത്ത്.
ഈ ഒരു സമയത്ത് അവർക്ക് എന്തിനും കാരണം ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ട ഒരു അവസ്ഥ ഈ വ്യക്തിക്ക് നേരെയുണ്ട്. കാരണം ഈ ഒരു വ്യക്തി ട്രാപ്പിനകത്തൊക്കെ പെട്ടുപോയതുകൊണ്ടും കൂട്ടുകെട്ടിൽ പെട്ടുപോയതുകൊണ്ടും ചില ദുശ്ശീലങ്ങൾ ഈ വ്യക്തിയിൽ വന്നതുകൊണ്ടോ ആയിരിക്കാം ഒന്നിലും ഇപ്പോൾ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. ശരിക്കും ആൾ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ആളുടെ കരിയറിലായാലും എല്ലാത്തിലും ഒരു സക്സസ് അല്ല ആൾക്ക് മുന്നോട്ട് പോകുന്തോറും വിജയം കൈവരിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയും ആൾക്ക് ഒന്നിലും ഫോക്കസ് കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ നേരിടുന്നതായിട്ടാണ് കാണുന്നത്. ആളുടെ സിറ്റുവേഷനിൽ വളരെ മോശമായിട്ടാണ് കാണുന്നത്. ഇതുമൂലം തന്നെ നിങ്ങൾ തമ്മിൽ എപ്പം ശരിയില്ല, എപ്പം വഴക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം വന്നതിന് ശേഷം നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തി സംസാരിക്കുമ്പോൾ ഭയങ്കര ദേഷ്യം നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം, നിങ്ങളെ എന്താ പറയുക പരിഗണിക്കാത്തൊരവസ്ഥ നിങ്ങൾ നേരിടുന്നുണ്ടാവാം. പലപ്പോഴും നിങ്ങളെ ഒരുപാട് എന്താ പറയുക അടക്കി ഭരിക്കാൻ നോക്കുന്നുണ്ടാവാം. കുറച്ച് പേർക്കൊക്കെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് നേരിടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവാം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആൾക്ക് എന്ത് കിട്ടിയാലും ഇപ്പോൾ ഒന്നിനും എന്താ പറയുക ഫിനാൻസിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ നേരിടുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം വളരെ പ്രയാസത്തിലാണ് ആളുള്ളത്, നിങ്ങളുടെ വ്യക്തി ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആൾക്ക് ഇത്രയധികം സ്ട്രെസ്സ് കാരണം കൂടുതൽ ഈ കൂട്ടുകെട്ടിലൊക്കെ പെട്ട് ആൾ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് കാശ് കളയുന്ന വ്യക്തിയായിരിക്കാം. കൂട്ടുകെട്ടിലൂടെയും അല്ലാതെയൊക്കെ ഒരുപാട് കാശ് കളയും. ഇപ്പോൾ ഒന്നിലൊരു ബാലൻസ് ഇല്ലാതെയാണ് ആൾ സ്നേഹത്തിലായാലും ഫിനാൻസിൻ്റെ കാര്യത്തിലായാലും ഒരു ബാലൻസ് ഇല്ലാതെയാണ് നിങ്ങളുടെ വ്യക്തി മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല എംബ്രറാണ് ആളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ സൊസൈറ്റിയിലേക്ക് അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്, പക്ഷെ അതൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതുമാത്രമല്ല ആൾ ഒരു ഈഗോ ഉള്ള വ്യക്തിയാണ്. ചില സമയത്ത് കടുംപിടുത്തം, വാശി, നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമാണ് ആളുടെ. എന്ത് പറഞ്ഞാലും ആൾ പറയുന്നിടത്താണ് ന്യായം എന്നുള്ള ഒരു ഭാവത്തിലായിരിക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി പെരുമാറുന്നതൊക്കെ. പക്ഷെ നിങ്ങൾക്കിത് പലപ്പോഴും ഇതൊരു ട്രാപ്പാണ് എന്ന് വെച്ചാൽ വേണ്ടായിരുന്നു വരെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ നേരിടുന്നതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ ഒരു വേദനാജനകമായ ഒരു സിറ്റുവേഷനിലൊക്കെ കടന്നു പോകുമ്പോൾ ഇത് ഇത്രയും വേണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കും തോന്നിയേക്കാം ഈ ഒരു സമയത്ത്. കാരണം ഈ ഒരു വ്യക്തി പലപ്പോഴും നിങ്ങളെ എന്താ പറയുക വേദനിപ്പിച്ചിട്ട് ആൾ ഒഴിഞ്ഞു മാറുന്ന ഒരു സ്വഭാവമുണ്ട്. ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് അതൊരു ചീറ്റിംഗ് ആണ്, നിങ്ങളെ ചീറ്റ് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. കാരണം ഇടയ്ക്കിടയ്ക്ക് ആളൊരു ഓൺ ആൻഡ് ഓഫ് പോലെ ആയിരിക്കാം, നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറും. പിന്നെ ഒരു അനക്കം ഇല്ലാത്തൊരവസ്ഥ, കുറേ നാളത്തേക്ക് ഒരു അനക്കം ഉണ്ടാവില്ല, ഒരു വിളിയോ ഒരു ഒന്നും ഉണ്ടാവില്ല. പിന്നെ പതുക്കെ ആൾ നിങ്ങളിലേക്ക് വരുന്നൊരവസ്ഥ. അപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. കാരണം എന്ന് വെച്ചാൽ ഇത് പലപ്പോഴും നിങ്ങളിത് നേരിട്ടിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് ഇതിൽ കേട്ടോ. ഇതിന് മുമ്പും നിങ്ങൾ ഈ ഒരു അവസ്ഥ നേരിട്ടിട്ടുണ്ട്. ആളുടെ ഒരു അനക്കം ഇല്ലാണ്ട് പിന്നെ ഒരു സമയത്ത് ആൾ വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റ് ആവും. ഇത് ഒരു പ്രാവശ്യമൊന്നല്ല, ഒന്നിൽ കൂടുതൽ തവണ നിങ്ങൾ നേരിട്ട് കഴിഞ്ഞു ഈ വ്യക്തിയിൽ നിന്നും. പക്ഷെ എന്നാലും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടവരാണ്. ഇത് തന്നെയാണ് ഒരു ഓൺ ആൻഡ് ഓഫ് ആണ് എങ്കിൽ പോലും ഈ ഒരു കണക്ഷനുമായിട്ട് ഈ ഒരു വ്യക്തിക്കും ആഗ്രഹം നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. പക്ഷെ വന്നാൽ നേരെ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവുന്നുണ്ടാവും. കെട്ടും ഇതുപോലെ തേർഡ് പാർട്ടി കണക്ഷനും സിറ്റുവേഷനൊക്കെ മൂലം ഈ ഒരു വ്യക്തി നിങ്ങളുടെ കണക്ഷനിൽ നേരെ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് വേദന മാത്രമാണ് ഈ ഒരു കണക്ഷനിൽ. ശരിക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവാം നിങ്ങൾക്ക് പലപ്പോഴും വേണ്ടാന്ന് വരെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്കും പറ്റുന്നില്ല, ഈ ഒരു കണക്ഷൻ ഒഴിവാൻ പറ്റുന്നില്ല. പക്ഷെ ആൾക്ക് നിങ്ങളെ വിടില്ല. എത്രയൊക്കെ ഇതാക്കിയാലും ആൾക്ക് നിങ്ങളെ വേണം, ഇതാണ്. പക്ഷെ ഇത് തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് ആൾക്ക് തോന്നുന്ന സമയത്ത്, കാരണം ഭയങ്കര ഈഗുള്ള വ്യക്തിയാണ്, ആൾക്ക് എപ്പോഴാണോ തോന്നുന്നത് ആ ഒരു ടൈമിൽ ആൾ നിങ്ങളിലേക്ക് വരും. വന്നാൽ ഉടനെ ആൾക്ക് നിങ്ങളെ വേണം, അങ്ങനെയുള്ളൊരു സ്വഭാവം. നിങ്ങൾ എത്ര കാത്തിരിക്കുന്നു എന്നതിലല്ല, ആൾക്ക് തോന്നുന്ന സമയത്ത് ആൾക്ക് എപ്പോഴാണോ നിങ്ങളിലേക്ക് വരണം ആ ടൈമിൽ ആൾക്ക് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അതാണ് ആളുടെ ഒരു സ്വഭാവമായിട്ട് കാണുന്നത്. ഇതിനകത്ത് നല്ല അതിശക്തമായ തേർഡ് പാർട്ടി ഇതിനകത്തുണ്ട്, മൂന്നാമതൊരു വ്യക്തി ഇതിനകത്ത് ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു വ്യക്തിക്ക് ചില സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് കണക്ഷൻ ഉണ്ടാവാം നിങ്ങളെ കൂടാതെ തന്നെ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാക്കി നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് ഈ വ്യക്തിക്ക് മൂന്നാമതൊരു വ്യക്തി ഉള്ളത് കൊണ്ടാണ്. അത് ചില സാഹചര്യത്തിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്തുണ്ടല്ലോ ആൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇയാൾ ആലോചിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അതുപോലെ ആളെ
നിങ്ങൾക്കൊരു ഇതുണ്ടാവാം, നിങ്ങൾ നീതിക്ക് വേണ്ടി നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇതിനൊരു നീതി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ഒരു വ്യക്തിയും അത് ആഗ്രഹിക്കുന്നു. കാരണം ആദ്യം തന്നെ കിട്ടിയത് 2 of Cupsൻ്റെ എനർജിയാണ്. ആളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നീതി തരണം, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം, നിങ്ങളിൽ ഈ ഒരു കണക്ഷനിൽ ഒരു ബാലൻസ് വേണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഇതൊരു ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടും. അപ്പോൾ ഈ ഒരു വ്യക്തിയെ ശരിയാക്കി കൊണ്ടുതരും എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. പോരാത്തതിന് പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് വന്നതുകൊണ്ട് തന്നെ ഇതിലൊരു മാറ്റം നല്ല രീതിയിലുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ എംപ്രസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ എന്തുമാത്രമാണ് കെയർ ചെയ്തത്, നിങ്ങൾ അതുപോലെ ആയിരിക്കാം. നിങ്ങൾ ശരിക്കും ഈ ഒരു വ്യക്തിയെ അത്രത്തോളം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കൊണ്ട് നടന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾ നല്ലൊരു സപ്പോർട്ട് കൊടുത്ത വ്യക്തിയായിരിക്കാം, നല്ലൊരു കെയറിങ്ങും എല്ലാം കൊടുത്തൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്കോ നിങ്ങൾക്കോ ഒരിക്കലും പിരിയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളല്ലാതെ വേറൊരാളെയും, നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാളെയും ചിന്തിക്കാനും പറ്റില്ല എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. മലപ്പുറം മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരായിരിക്കാം. അത്തം, ഉത്രാടം, വൈ എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം. കാസർഗോഡ്, ഗൾഫ് രാജ്യം, എന്നാണ് വന്നിരിക്കുന്നത്. ലെറ്റർ കെ, തൃക്കേട്ട. എ ആണ് ലെറ്റർ എ, സോഷ്യൽ വർക്കർ ആയിരിക്കാം. പിങ്ക് കളർ, ഡ്രൈവർ, ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. ഡാൻസ് അറിയുന്നവരായിരിക്കാം. ഓ ആണ് വന്നിരിക്കുന്നത്. അശ്വതി, ഭരണി, ഐ വന്നിട്ടുണ്ട്. ജൂലൈ, യു ആണ് ലെറ്റർ യു. സെഡ് ആണ് ലെറ്റർ സെഡ് ആണ്. യെല്ലോ കളർ, ഉത്രുട്ടാതി കേട്ടോ. 20 ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. കൂടുതലായിട്ട് ഈ ഒരു വ്യക്തിയിൽ നിന്നും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റീഡിങ്ങിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക്